ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന തക്കാളി ചില കിടിലൻ റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ 8 മീഡിയം സൈസുള്ള തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എടുക്കാം. ഇത് കുക്കിംഗ് ഓയിൽ മതി കേട്ടോ. ഞാനൊരു വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഈ എണ്ണ നന്നായിട്ടും ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ അതിലോട്ടൊന്ന് ഇട്ടിട്ട് എടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്കിട്ട് വേണ്ട കുറച്ച് വെളുത്തുള്ളി, ഞാനൊരു 4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് എടുക്കുക. പിന്നെ ഇതിലോട്ട് ചേർത്തെടുക്കുകയാണ് പുളിയാണ്. ഞാനൊരു നാരങ്ങാൽപ്പത്തിലെ പുളിയൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുരും ആഴൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടില്ല കേട്ടോ. പിന്നെ പുളി ചേർക്കുമ്പോൾ നമ്മൾ തക്കാളിയുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ അളവൊന്ന് കുറച്ചെടുക്കണേ, പുളിയുടെ അളവൊന്ന് കുറച്ചിട്ട് എടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് കുക്കർ അടച്ച് വെച്ചിട്ടൊരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. 2 വിസിലൊന്ന് വന്ന ശേഷം പ്രഷറൊക്കെ ഒന്ന് പോയ ശേഷം ഒന്ന് മൂടിയും തുറന്നെടുത്തിട്ടുണ്ട്. തക്കാളിയും ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ തീരെ വെള്ളം ചേർത്തില്ല, പക്ഷേ അത്യാവശ്യം വെള്ളത്തിൽ നിന്ന് തന്നെ ഒന്ന് ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് എടുക്കുക. മിക്സിയുടെ ജാറിലോട്ട് ഇട്ടെടുത്തിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് അടിച്ചിട്ടെടുക്കുക. ഇതൊന്ന് അടിച്ച് വെച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ടൊരു ചീനച്ചട്ടി നടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ട് എടുക്കുക. ഇനി എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമ്മളിവിടെ ചേർത്തെടുക്കുകയാണ്. കുറച്ച് ഉലുവയാണ്. ഞാനിവിടെ ഒരു കുറച്ച് ഉലുവ ചേർത്തിട്ട്, കുറച്ച് മതി, ഉലുവ കൂടി പോകാൻ പാടില്ല, കുറച്ചൊന്ന് ചേർത്തിട്ട് കൊടുക്കുക. അതുപോലെ കണ്ടോ, ഒത്തിരി മതിയിട്ടാ. അതിലോട്ട് തെറ്റിട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അടുത്തായിട്ടൊരു 1/4 ടീസ്പൂൺ കടുകും കൂടെ ഇട്ടിട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലോട്ട് ഞാനിവിടെ 5 അല്ലി വെളുത്തും ചെറുതായിട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടി ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒറ്റ ചെറിയ കഷ്ണമായിട്ട് എടുത്തിട്ടുള്ളത്, അതും കൂടെ അരിഞ്ഞ ശേഷം ഇതും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് ചേർത്തെടുക്കുന്ന സവാള ഉണ്ടല്ലോ, എൻ്റെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇതിലോട്ടൊന്ന് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. സവാള കൂടെ ചേർത്ത ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. ഈ സമയത്ത് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്തിട്ട് എടുക്കുക. ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് വേണ്ട മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്തിട്ട് എടുക്കാം. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്ന് ചേർത്തിട്ട് എടുക്കുക. ഇതിലോട്ട് വേണ്ട ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ഒന്ന് ചേർത്തിട്ട് എടുത്തിട്ടുണ്ട്. ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇവിടെ പച്ചമണമൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തക്കാളിയുടെ മിക്സ് ഉണ്ടല്ലോ അതിലോട്ടൊന്ന് ഒഴിച്ചിട്ട് എടുക്കുക. ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിലോട്ട് വേണ്ട ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് എടുക്കുക. കറി നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തീയൊന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. കറിയൊക്കെ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി വെച്ചിട്ടുള്ള സൂപ്പർ ടേസ്റ്റിലെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഈ രീതിയിലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.